ഈശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, മക്കളാൽ ദാരുണമായി വധിക്കപ്പെട്ട ഒരു ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും. എന്തായിരുന്നു കാരണം? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ മരിച്ചു കിടക്കുന്നത് കാണുക സർവ്വസാധാരണമാണ്. പക്ഷേ മക്കൾ മാതാപിതാക്കളുടെ മുമ്പിൽ മരിച്ചു കിടക്കുന്നത് അത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ മക്കളാൽ വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഒരു വ്യക്തിക്ക് ഉണ്ടായതായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ യെശയ്യാ 37 അധ്യായം എടുക്കുമ്പോൾ, യെശയ്യാ 37 അധ്യായത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വധിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ, അസീറിയ രാജാവ് സെന്നക്കെരിബ്. അസീറിയ രാജാവ് സെന്നക്കെരിബ് അഹങ്കാരത്തിന് ഒരു പര്യായപദമായിട്ട് കാണാൻ പറ്റും. കാരണം അവൻ്റെ ചെയ്തികൾ അങ്ങനെയായിരുന്നു. അവൻ്റെ ജീവിതം ആ രീതിയിലാണ് പോയത്. അവസാനം സ്വന്തം മക്കൾ തന്നെ വാളുകൊണ്ട് അവൻ്റെ തല വെട്ടി മാറ്റി. അങ്ങനെ ഒരു കാര്യം നമുക്ക് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സെന്നക്കെരിബിൻ്റെ ശിക്ഷ. അത് കേട്ടാൽ ചെവി ധരിക്കും. വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവം പ്രഖ്യാപിച്ച ഒരു ശിക്ഷ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശിക്ഷ ദൈവം പ്രഖ്യാപിച്ചത്? അവൻ്റെ പാപം അതുപോലെ മാരകമായിരുന്നു. അഹങ്കാരത്തിൻ്റെ ഒരു പര്യായപദമായിട്ട് നമുക്ക് കാണാൻ പറ്റും സെന്നക്കെരിബിനെ. ചില പാപത്തിൻ്റെ ശിക്ഷ അതേക്കുറിച്ച് കേട്ടാൽ ചെവി ധരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏതാണ്ട് ഇതുപോലുള്ള ഒരു ശിക്ഷയാണ് സെന്നക്കെരിബിന് മേൽ ഉണ്ടായത്. യെശയ്യാ 37:29 എടുക്കുമ്പോൾ ആ ശിക്ഷ ദൈവം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യെശയ്യാ 37:29, നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് ഇതാണ് നിനക്ക് വരാനിരിക്കുന്നത്. ദൈവം പറയാം, നീ അഹങ്കാരിയാണ്, എന്നിട്ട് നീ ദൈവത്തോടും കോപിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് വരാനിരിക്കുന്ന ശിക്ഷ ഇതാണ്, എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൺ നിന്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. കേട്ടാൽ ചെവി ധരിക്കുന്ന ഒരു ശിക്ഷയല്ലേ ഈ ശിക്ഷ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, വിഗ്രഹപൂജയ്ക്ക് ദൈവം പ്രഖ്യാപിക്കുന്ന ഒരു ശിക്ഷ, വിഗ്രഹാരാധന, അന്യദൈവ ആരാധന, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ദൈവം പ്രഖ്യാപിക്കുന്ന ഒരു ശിക്ഷ ഏതാണ്ട് ഇതുപോലെ, കേട്ടാൽ ചെവി ധരിക്കും. അതാണ് 2 രാജാക്കന്മാർ 21:12 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ശിക്ഷയെക്കുറിച്ച് നീ കേട്ടാൽ നിന്റെ ചെവി ധരിക്കും. അങ്ങനെ തന്നെയാണ് വചനം പറയുക. എന്നിട്ട് പറയാണ്, നീ കഴുകി കമഴ്ത്തിയ പാത്രം പോലെയാവും, അതുപോലെ നിന്റെ ജീവിതം നശിക്കും, നീ വട്ടപൂജ്യമായി മാറും. ഇത് ഏത് പാപം ചെയ്തവരോട് ദൈവം പറഞ്ഞാണ്? വിഗ്രഹപൂജ. ഈ അധ്യായം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. യെശയ്യായുടെ പുസ്തകം 22:15 മുതൽ വായിക്കുമ്പോൾ അവിടെ ദൈവം ശബ്നായ്ക്ക് ഒരു താക്കീത് കൊടുത്തുകൊണ്ട് പറയുന്നത് കാണാൻ പറ്റും. കരുത്തനായ മനുഷ്യ, നിന്നെ ഞാൻ ഊക്കോടെ വലിച്ചെറിയും. എന്ന് പറഞ്ഞാൽ ഒരു പന്ത് പോലെ നിന്നെ ചുരുട്ടി ദൂരേക്ക് നിന്നെ ഞാൻ വലിച്ചെറിയും. ഇവിടെയും പാപം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വചനഭാഗം വായിക്കുമ്പോൾ അവൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ ദൈവം പ്രഖ്യാപിക്കുന്നതാണ് ഈ വചനങ്ങളിലൂടെ. ഇതെല്ലാം നമുക്കറിയാം, കേട്ടാൽ ചെവി ധരിക്കുന്ന രീതിയിലുള്ള ശിക്ഷയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സെന്നക്കെരിബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അഹങ്കാരത്തിനൊരു സിനോനിം, പര്യായപദം എന്ന് വേണമെങ്കിൽ ഈ മനുഷ്യനെക്കുറിച്ച് പറയാൻ പറ്റും. അതായിരുന്നു അവൻ്റെ സംസാര രീതികൾ. ദൈവത്തിന് പോലും എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് വീമ്പടിച്ചൊരു വ്യക്തിയാണ് സെന്നക്കെരിബ്. നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 3:28 വചനം എടുക്കുമ്പോൾ, അഹങ്കാരിയുടെ കഷ്ടതയ്ക്ക് പ്രതിവിധിയില്ല, കാരണം തിന്മ അവനിൽ വേരുറച്ചു വളരുന്നു. ഇതുതന്നെയാണ് സെന്നക്കെരിബിന് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ തല നഷ്ടപ്പെട്ടത്. അതും സ്വന്തം മക്കള് അവനെ വന്ന് വധിക്കുന്ന ആ ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. ജെറമ്യായുടെ പുസ്തകം 50:31 എടുത്താലോ, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. അത് ഞാനോ നിങ്ങൾ ആര് അഹങ്കാരിയാണെങ്കിൽ ദൈവം നമ്മളെ വിളിച്ച് പറയാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്, ഐ എം എഗൻസ്റ്റ് യു. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. നമുക്ക് ബലഹീനതകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ അതൊക്കെ കർത്താവ് ക്ഷമിക്കും, പൊറുക്കും. ഇത് അഹങ്കാരം, അഹങ്കാരത്തള്ളലോടെ നമ്മൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ദൈവം നമ്മളെ വിളിച്ച് പറയാൻ പോവുക, ഞാൻ നിനക്കെതിരാണ്. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്. സങ്കീർത്തനം 101:5 വചനം എടുത്താലോ, അഹങ്കാരികളെയും ഗർവിഷ്ഠരെയും ഞാൻ പൊറുപ്പിക്കത്തില്ല. അതാണ് കർത്താവ് പറയുക.
അവരെ ഞാൻ പൊറുപ്പിക്കത്തില്ല, അവരെ വെറുതെ വിടത്തില്ല, അവർക്ക് ശിക്ഷ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നിക്കാനോർ, ഹോളോഫർണസ്, ഇങ്ങനെയുള്ള പല ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് ബൈബിളിൽ കണ്ടെത്താൻ പറ്റും. ഇവരും അഹങ്കാരത്തിന് ഒരു പര്യായപദം എന്ന് പറയാവുന്നതാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ വന്ന നാശം, അവരുടെ അന്ത്യം ദാരുണമായിരുന്നു. അതാണ് ഇവരെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത്, എന്തായിരുന്നു സെന്നക്കെരീബിന്റെ പാപം? കർത്താവിന്റെ വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 37 അധ്യായത്തിലൂടെ കടന്നുപോയാൽ മതി. അതിലെ ഏതാനും വചനങ്ങൾ നമുക്കെടുക്കാം. 23 വചനം, അവൻ ദൈവത്തെ നിന്ദിച്ചു. നീ എന്നെ നിന്ദിച്ചു. അതാണ് കർത്താവ് പറയുക. ദൈവത്തെ നിന്ദിച്ച് സംസാരിച്ചു. 1 സാമുവേൽ 2:30 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. ഇവൻ ദൈവത്തെ നിന്ദിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് അവൻ അനുഭവിക്കേണ്ടി വന്നത്. യെശയ്യാ 37:23 കൂടി എടുത്താലോ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ എന്നെ ശകാരിച്ചു. സെന്നക്കെരീബ് ദൈവത്തോട് ചെയ്തൊരു കാര്യം, ദൈവത്തെ ശകാരിച്ചു. വീണ്ടും 23 വചനം തന്നെ എടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ 37:23, നീ ഉച്ചത്തിൽ സംസാരിച്ചു. ചിലരുടെ ആ സംസാരം, ടോണ്, അതൊക്കെ കേൾക്കുമ്പോഴേ അറിയാം അഹങ്കാരമാണ് അവിടെ മുറ്റി നിൽക്കുക. 23 വചനം മറ്റൊരു കാര്യം കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 37:23, നീ അഹങ്കാരപൂർവ്വം നോക്കി. നോട്ടത്തിൽ അഹങ്കാരം. സുഭാഷിതങ്ങൾ 30:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ണിൽ ഗർവം മുറ്റി നിൽക്കുന്ന ചില വ്യക്തികളെ കുറിച്ച്. അങ്ങനെയും സംഭവിക്കാം. കണ്ണിൽ, നോട്ടത്തിൽ ഗർവം. യെശയ്യാ 37:24 കൂടി എടുത്താൽ മറ്റൊരു പാപം കൂടി അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നീ വീമ്പടിച്ചു. വീമ്പിളക്കി. ദാനിയേൽ 4 അധ്യായം 30 മുതൽ വായിച്ചാൽ അങ്ങനെ വീമ്പടിച്ച ഒരു വ്യക്തിയെ അവിടെ കണ്ടെത്താൻ പറ്റും. നെബൂഖദ്നേസർ. ഇതായിരുന്നു ഫലം. അവൻ്റെ രാജ്യം അവനെ വിട്ടുപോയി. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ പാപത്തിന് അതിൻ്റെ പരിണത ഫലമായിട്ട് സംഭവിച്ച കാര്യം, അല്ലെങ്കിൽ അവർക്ക് വന്ന ശിക്ഷ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 37:26 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സുരക്ഷിത നഗരങ്ങൾ തകർത്ത് ഞാൻ നാശകൂമ്പാരമാക്കും, നിവാസികൾ ക്ഷയിക്കും, അതുപോലെ തന്നെ ആകുലരും പരിഭ്രാന്തരുമായിട്ട് അവർ മാറും, അവർ വയലിലെ പുല്ലുപോലെ ഉണങ്ങിപ്പോകും. ഇതൊക്കെയാണ് ശിക്ഷ അവിടെ പറഞ്ഞിരിക്കുന്നത്. 37 അധ്യായം 36 മുതൽ വായിക്കുമ്പോൾ, അസീറിയക്കാരുടെ പാളയത്തിലേക്ക് ഒരു ദൂതനെ ദൈവം വിട്ടു. 1,85,000 പേരെ ആ ദൂതൻ ചെന്ന് വധിച്ചു. മാത്രമല്ല, സെന്നക്കെരീബിന്റെ മക്കള് അവന്റെ തല വെട്ടി മാറ്റിയിട്ട് ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് അവർ ഓടിപ്പോയി. ഇവിടെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മാരകമായ ചില പാപങ്ങളെക്കുറിച്ചും അതുമൂലം വരാവുന്ന ശിക്ഷയെക്കുറിച്ചുമാണ്. അത് ഏറ്റെടുക്കേണ്ട പോലെ ഏറ്റെടുത്ത്, തിരുത്തേണ്ടത് തിരുത്തി, ജീവിതത്തിൽ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.